അതുപോലെ തന്നെ സഭയുടെ സ്ഥാപനങ്ങൾ, കോളേജുകളിലാകട്ടെ ഇങ്ങനെയുള്ള കക്ഷി രാഷ്ട്രീയം ഒഴിവാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. നമ്മളാണ് ഇത് ക്രമാതീതമായി പ്രോത്സാഹിപ്പിച്ച് ഈ പറഞ്ഞ ഫാമിലി പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനിടവന്നത്. പക്ഷേ അതിലൂടെ ഏറ്റവും നഷ്ടം സംഭവിച്ചൊരു സമൂഹമായി ക്രിസ്ത്യൻ സമൂഹം മാറിയിട്ടുണ്ട്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 2080 ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും എന്നങ്ങ് ഒരു പഠനങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഫാമിലി പ്ലാനിങ്ങിന്റെ കാര്യം ഇപ്പോൾ പറയണ്ടായി. ഈ ഫാമിലി പ്ലാനിങ് ഏറ്റവും ഭംഗിയായും കൃത്യമായും നടപ്പിലാക്കിയൊരു സമുദായമാണ് ക്രിസ്ത്യൻ സമുദായം. അതിന്റെ എല്ലാ ദൂഷ്യഫലങ്ങളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്കലി ആണെങ്കിലും ഇക്കണോമിക്കലി ആണെങ്കിലും എല്ലാം അതിന്റെ വശങ്ങളാണ് ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ ചോദ്യം വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഞങ്ങളതേക്കുറിച്ച് വെൽ അവെയറാണ്. ഇതേക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു കമ്മ്യൂണിറ്റി അതിൻ്റെ ആ ഇക്വിലിബ്രിയം നിലനിർത്തണമെങ്കിൽ, ഇപ്പോഴുള്ള ജനസംഖ്യ അനുപാതത്തിൽ വളരണമെങ്കിൽ ഒരു കുടുംബത്തിൽ 2.2 കുഞ്ഞുങ്ങൾ വേണമെന്നാണ് ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. ക്രിസ്ത്യൻ സമുദായത്തിൽ അത് 1.6%. 6 ആണ്, 1.6. ഈ പറയുന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ അത്രയും കുട്ടികളിൽ കൊണ്ട് ഈ സമൂഹം, ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 2080 ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും എന്നങ്ങ് ഒരു പഠനങ്ങളുണ്ട്. അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അത് ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ എണ്ണം നമ്മളാണ് ഇത് ക്രമാതീതമായി പ്രോത്സാഹിപ്പിച്ച് ഈ പറഞ്ഞ ഫാമിലി പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനിടവന്നത്. പക്ഷേ അതിലൂടെ ഏറ്റവും നഷ്ടം സംഭവിച്ചൊരു സമൂഹമായി ക്രിസ്ത്യൻ സമൂഹം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ബിഷപ്പുമാരൊക്കെ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു ഇടയലേഖനം എഴുതിയാൽ ഉടനെ കലഹിക്കുന്നവർ കാണാം. അത് കണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിരുത്തരവാദപരമായ ഇടപെടലാണ് നടത്തുന്നത്. വാസ്തവത്തിൽ നിരുത്തരവാദപരമായ ഒരു കാര്യമല്ല, ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ചില മുൻകരുതലുകളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അത് ആവശ്യമാണ് ആ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് പല ക്രിസ്ത്യൻ പ്രദേശങ്ങളിലും കുട്ടികളുടെ എണ്ണം, ഇപ്പോൾ 10 കൊല്ലത്തെ കുട്ടികളുടെ എണ്ണം എടുത്താൽ, ഞങ്ങളുടെ സൺഡേ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം എടുത്താൽ 10ാം ക്ലാസ്സിൽ രൂപതയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ എണ്ണം 55,000 പേര് സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ചിലപ്പോൾ 32,000 പേരേ ഉള്ളൂ. ഞങ്ങളുടെ രൂപതയിലെ കാര്യം വെച്ച് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എന്തോ ഒരു വലിയ വ്യത്യാസം ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതിന് മൈഗ്രേഷൻ ഒരു കാരണമല്ല. മധ്യ തിരുവിതാംകൂറിൽ ഒരുപാട് ഫാമിലി മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മൈഗ്രേഷൻ ഒരു കാരണമാണ് എന്ന് പറയുമ്പോഴും നമ്മൾ മൈഗ്രേഷൻ്റെ പെർസെൻറ്റേജ് കൂടി എടുക്കണം, എന്നാലേ ഇത് കമ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൈഗ്രേഷൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ക്രമാതീതമായി എണ്ണം പോയി എന്ന് പറയുമ്പോഴും നമുക്ക് ഇവിടുത്തെ ജനസംഖ്യയുടെ ഒരു 4 മുതൽ 6 വരെ ശതമാനം മാത്രമേ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടതുള്ളൂ. അതിനേക്കാളും എത്രയോ കൂടുതലാണ് ഈ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വന്ന കുറവ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. ഈ ജനസംഖ്യയിൽ വന്ന ഇടിവ് കാരണമായിരിക്കും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ടിൽ വളരെയധികം ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് നമുക്ക് ടോൾ ലീഡേഴ്സ്, ഇപ്പോൾ പി ടി ചാക്കോ ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും AK ആന്റണി ആണെങ്കിലും, ഒരു ഏറ്റവും വൺ ഓഫ് ദ ടോളസ്റ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരുന്നു. ഇന്നിപ്പോൾ ഏത് ഫ്രണ്ടിൽ, ഇപ്പോൾ UDF-ലാണെങ്കിലും LDF-ലാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ടോപ്പ് സ്ലോട്ടിൽ പറയാവുന്ന ഒരു ക്രിസ്ത്യൻ നാമധാരി പോലും ഇല്ല. LDF-ലാണെങ്കിലും UDF-ലാണെങ്കിലും ഇല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് സഭ നോക്കിക്കാണുന്നത്? തീർച്ചയായും അതിനകത്ത് സഭയ്ക്കും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിലയിരുത്താറുണ്ട്. അതായത് ഈ നല്ല കുടുംബത്തിൽ പിറന്നവർക്കൊന്നും പറ്റിയതല്ല രാഷ്ട്രീയം. അത് പഠിക്കുകയില്ലാത്തവന്മാരും ഉഴപ്പന്മാരും സമരക്കാരും മാത്രം ചെല്ലുന്ന സ്ഥലമാണ് എന്നൊരു ഇംപ്രഷൻ പൊതുസമൂഹത്തിൻ്റെ ആ ചിന്താധാര ഞങ്ങളും ഏറ്റെടുക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ സഭയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഭയുടെ സ്ഥാപനങ്ങൾ, കോളേജുകളിലാകട്ടെ ഇങ്ങനെയുള്ള കക്ഷി രാഷ്ട്രീയം ഒഴിവാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്.
ഇത് അതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തെ ഈ പൊളിറ്റിക്സിൽ നിന്ന് പിന്നോട്ട് നയിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. അതുപോലെ തന്നെ നമുക്കിതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്, എന്തെങ്കിലും പഠിച്ച് ജോലി നേടുക, അങ്ങനെ കുടുംബം നോക്കുന്നവരാകുക, ഒരു കുറേ കൂടി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നർച്ചറിങ് ആണ് നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് നൽകപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർ പഠിച്ച ഏതെങ്കിലും IT ഫീൽഡിൽ പോവുക, അല്ലെങ്കിൽ നേഴ്സിംഗ് പ്രൊഫഷനിലെത്തുക, ജീവിതത്തിൽ വളരണം എങ്കിൽ സ്വന്തമായൊരു ജോലി കണ്ടെത്തുക. അതിവിടെ കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്ന എവിടെയോ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ബാംഗ്ലൂർ കിട്ടുമെങ്കിൽ അങ്ങ്, മദ്രാസിലാണെങ്കിൽ അവിടെ, ഡൽഹിയിലാണെങ്കിൽ അങ്ങനെ, അതല്ല യൂറോപ്പിലാണെങ്കിൽ അങ്ങോട്ടേക്ക് പോവുക, അമേരിക്ക കിട്ടുമെങ്കിൽ അവിടെ പോവുക. അങ്ങനെ ആ ഒരു ഓറിയൻറ്റേഷൻ ഈ കമ്മ്യൂണിറ്റിക്ക് വളരെ ശക്തമായി പോയി. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള തലമുറ പലപ്പോഴും ഈ പൊളിറ്റിക്സിൽ നിന്ന് അകലം പാലിച്ചു. അത് വേണ്ട രീതിയിൽ അവരെ അതിലേക്ക് ഓറിയൻറ്റ് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ പലപ്പോഴും നമുക്ക് സാധിച്ചില്ല. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനങ്ങളിലെ ഈ നിയന്ത്രണങ്ങൾ ഒരു അരാഷ്ട്രീയ ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ഇടവന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിലെ കോളേജുകളിലൊക്കെയും ആ ഒരു പ്രതിസന്ധിയുണ്ട്. മലബാറിൽ ഞങ്ങൾ പിന്നെയും സഭയുടെ കോളേജുകളിൽ ഉൾപ്പെടെ ഇങ്ങനെ ഒരു രാഷ്ട്രീയം നിരോധിക്കണം എന്നൊരു ചിന്തയെ പ്രൊമോട്ട് ചെയ്യാത്തവരാണ്. കാരണം അതും കൂടി ഉണ്ടെങ്കിലേ ഈ കുട്ടികളുടെ ഫോർമേഷൻ, അവർക്ക് കിട്ടേണ്ട ചില പൗരബോധങ്ങൾ രൂപപ്പെടുകയുള്ളൂ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ സഭയുടെ മുഖ്യധാര കോളേജുകളിൽ പലതിലും ഈ ഒരു വീഴ്ച ഒരു കാലത്ത് സംഭവിച്ചിരുന്നു എന്നുള്ളത്, അതായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു അരാഷ്ട്രീയത സഭയുടെ ഭാഗത്തിലെ അല്ലെ സഭയുടെ പുതിയ തലമുറയിൽ സംഭവിക്കുന്നതിന് നിമിത്തമായിട്ടുള്ളത്. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യസന്ധതയ്ക്ക് വിലയില്ലാത്തതാണെന്നും അവിടെ കൈക്കൂലിയും അഴിമതിയും മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള ഒരു ഇംപ്രഷൻ, അതൊരു പൊതുബോധത്തിൽ കടന്നുകൂടിയൊരു ഇംപ്രഷനാണ്. ആ ഇംപ്രഷൻ നിലനിൽക്കുന്നത് കൊണ്ട് മൂല്യബോധമുള്ള തലമുറയ്ക്ക് പലപ്പോഴും രാഷ്ട്രീയം താല്പര്യമില്ലാത്ത ഒരു ഫീൽഡായി മാറി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇതിനോട് ചേർത്ത്. പക്ഷേ ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് പൗരബോധമുള്ള നിസ്വാർത്ഥരായ നല്ല നേതാക്കൾ ആവശ്യമുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നല്ല, എല്ലാ സമൂഹത്തിലും ഒരു ക്വാളിറ്റി ലീഡർഷിപ്പ് കുറഞ്ഞുകൊണ്ടേയിരിക്കുക. ക്രിസ്തീയതയിൽ അത് കൂടുതൽ പ്രകടമായി എന്നുള്ളതാണ്. നമ്മൾ മറ്റ് സമുദായങ്ങളിൽ നോക്കിയാൽ പോലെ ഒരു സെക്കൻഡ് ഗ്രേഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സമുദായ ഭേദമന്യേ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് രാജ്യം മുഴുവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. അത് ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ അത്രയും ശക്തമായിരിക്കുകയല്ല. ഈ കേരളം, കർണാടക, ഇവിടെയൊക്കെ ഇത് വളരെ പ്രകടമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്വാളിറ്റിയുള്ള, മൊറാലയുള്ള ഒരു ലീഡർഷിപ്പ് വളർന്നു വരുന്നില്ല എന്നുള്ളത്. പലപ്പോഴും വളർന്നു വരുന്ന ലീഡേഴ്സ്, അവരെക്കുറിച്ച് പിന്നീട് കേൾക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അവരുടെ മൊറാല എന്ന് പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ തരം താഴ്ന്നു പോകുന്നതുമാണ്. അതുകൊണ്ട് ആ ഒരു ഫീൽഡിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ സമുദായങ്ങളും ശ്രദ്ധ വയ്ക്കേണ്ട ഒരു മേഖലയാണ് പുതിയ തലമുറയെ കഴിവുള്ളവരും സമർപ്പണ ബുദ്ധിയുള്ളവരുമായവരെ രാഷ്ട്രീയത്തിലേക്ക് ഓറിയൻറ്റ് ചെയ്യുക എന്നുള്ളത്. കേരളത്തിലൊരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ഉണ്ടാവാനൊരു സാധ്യത വിദൂരമാണെന്നുള്ളൊരു സത്യം സഭ തിരിച്ചറിയുന്നുണ്ടോ? അതിനെ എങ്ങനെയാണ് കാണുന്നത്? ക്രിസ്ത്യൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സങ്കല്പ ലോകം ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരുമല്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി മുഖ്യമന്ത്രിയായാൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾക്കൊരു വിചാരമില്ല. ഇവിടെ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. AK ആന്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഇവരാരും വഴിവിട്ട് ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങളാരും ഒന്നും ചോദിക്കാനും പോയിട്ടില്ല, മേടിക്കാനും പോയിട്ടുമില്ല. കാരണം ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്, ഒരു സമുദായം അന്യായമായി എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ആ സമുദായം ഒറ്റപ്പെടാനും ആ സമുദായത്തെ മറ്റുള്ളവർ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാനും ഇടവരും. മറിച്ച് ഒരു രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക.
അത് മുഖ്യമന്ത്രി ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഞങ്ങളുടെ നിലപാടുകൾ എപ്പോഴും തുല്യമാണ്. ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വലിയ സമരങ്ങളുടെ സഭ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഭയുടെ നിലപാടുകൾ മുഖ്യമന്ത്രിയുടെ ജാതിയും മതവും നോക്കി നിർണ്ണയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്ത്യൻ മുഖ്യമന്ത്രി വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക നേട്ടം ഞങ്ങൾ സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം ബാലിശമായ സ്വപ്നങ്ങൾ ഞങ്ങൾക്കില്ല.